നടക്ക്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അലി അപ്പൊ ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR വിനുസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. വസു, തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം 3-ാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനുസാറ് PN പണിയാണ് തന്നത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ ഒരു വേൾഡ് വാറിന് സാധ്യത കാണുന്നു. ഈ റീ എൻട്രിക്ക് പോയ സമയത്ത് 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. എന്റെ ഏതോ ആരാധകനാണെന്നാ തോന്നുന്നേ. ഈ ആരാധകരുടെ ഓരോ ശല്യം. എടാ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ കഥ പറയുന്നത്? അതെ. എന്നിട്ട് എനിക്ക് മാത്രം എത്രയധികം ആരാധകര്? ഞാനും അതാ ആലോചിക്കുന്നത്. ഞാൻ വേണേ കുറച്ചുപേരെ നിനക്ക് തരാം. എനിക്ക് വേണ്ട, നീ തന്നെ മൊത്തമായിട്ട് എടുത്തോ. പിന്നെ അഖിൽ മാരാറിനോട്, മാരാറ് കൊട്ടിയാൽ മാക്രി അറിയുമായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യക്ക് അറിയത്തില്ല. മാരാർ ഇരിക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാ. പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല. ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഞാൻ അലമ്പുണ്ടാക്കൂടാ. എന്റെ അവസാനത്തെ ആഗ്രഹം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ.